എന്നാലേ ബാക്കി ഞാൻ പിന്നെ പറയാം. ആ മൂസക്കോയ, ഈ അറിഞ്ഞോ ഞമ്മളെ ജാബിറിന് ഗവൺമെന്റ് ജോലി കിട്ടി, എഞ്ചിനീയർ ആയിട്ട്. ഞാൻ അറിഞ്ഞു, ഓൻ കുറച്ചു മുമ്പ് ഇവിടെ വന്നിരുന്നു. അപ്പൊ ഈ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ ഈ വഴിക്ക് വരേണ്ടിണ്ടായിരുന്നില്ല. അയൽവാസി എന്നുള്ളവർക്ക് അന്നെ അറിയിച്ചിട്ടില്ലെങ്കിൽ അത് മഹാമോശമെന്ന് കരുതിയിട്ടാ ഞാൻ തന്നെ വന്ന് പറഞ്ഞതേ. ആ പിന്നെ മൈമുനാനോട് എന്റെ പെണ്ണുങ്ങൾ എന്നെ നേരിട്ട് എന്ന് പറഞ്ഞോളൂ. പിന്നെ എന്റെ മക്കളെ കെട്ടിച്ചേർത്തൊക്കെ ഈ ഒന്ന് വിളിച്ച് പറയണേ. ഞമ്മക്കൊരു കുളം വന്നപ്പോ മൂടി വെച്ചെന്ന് അവർക്ക് തോന്നരുതല്ലോ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ അയൽവാസികളല്ലേ. അല്ല, ഓന്റെ ശമ്പളം എത്രയാന്ന് ഓൻ എന്നോട് പറഞ്ഞിരുന്നോ? ഇല്ല, ഞാനാണെങ്കിൽ ചോദിക്കാനും വിട്ടുപോയി. ആ അത് നന്നായി. പുറത്ത് പറയാൻ മാത്രമൊന്നുമില്ല, ചെറിയ ശമ്പളമുള്ളൂ. തുടക്കത്തിലായതുകൊണ്ടേ 25,000 താഴെ എന്തോ ആണ്. പിന്നെ ഓരോ കൊല്ലം കഴിയും തോറും കൂടി കൂടി വരും. അല്ലെങ്കിൽ ഇത്ര ചെറിയ ശമ്പളത്തിന് ഇവിടെ നിന്ന് കാലം കഴിച്ചിട്ട് കാര്യമില്ല. ആ 1-2 കൊല്ലം കഴിയട്ടെ, ഗൾഫിലേക്ക് വിടണം. അവിടെ ആകുമ്പോ ചുരുങ്ങിയതേ 1,00,000 മുകളിൽ ശമ്പളം കിട്ടും. വേറെയും കുറെ ആനുകൂല്യങ്ങളൊക്കെ അതും ഉണ്ടാവും. ആ കുഞ്ഞാ അവിടെ നിൽക്ക്, ഒന്ന് പറയട്ടെ. ആ ഈ അറിഞ്ഞടോ, ഇന്റെ മോന് എഞ്ചിനീയറായിട്ട് ജോലി കിട്ടി. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അൽവിയാക്ക ഈ പഞ്ചായത്ത് മുഴുവൻ കറങ്ങും. ഇമാതിരി ഒരു പൊങ്ങച്ചക്കാരൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അല്ലക്കാ, മൂപ്പർക്ക് എന്താ ഇതുകൊണ്ട് കിട്ടുന്ന ലാഭം? കൃത്യമായിട്ട് അറിയൂല, വേണമെങ്കിൽ ചോദിച്ചിട്ട് നാളെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എൻ്റെ വർത്താനം പറ്റിയിട്ടില്ല. വർത്താനം പരമാവധി കുറയ്ക്കല്ലേ കുഞ്ഞാമതേ നല്ലത്.